ഞാൻ വരുന്നു. എന്താ നാടോ? കാറ് കണ്ടപ്പോഴേ മനസ്സിലായി കുഞ്ഞാണെന്ന്, അതുകൊണ്ടാ ഓടിയത്. അങ്ങനെ ഓടുമൊന്നും വേണ്ട. അല്ല പിന്നെ സാവിത്രി എന്താ എവിടെ നിൽക്കുന്നത്? ജോലി ചെയ്യുന്നില്ലേ? എന്താ സാവിത്രി, സുഖമല്ലേ? ഇന്ന് ജോലി ചെയ്യണ്ടെന്ന് പിള്ളച്ചേട്ടൻ പറഞ്ഞു. എന്താണോ? എന്റെ കുഞ്ഞ് ഇപ്പഴാ ജോലിക്ക് വന്നതെന്ന്. ഉച്ച കയറാൻ സമയം ഇത് കണ്ട സമയം നോക്കി. അത് പിന്നെ അങ്ങനെയല്ലോ. അത് ശരി. ചിലപ്പോഴൊക്കെ ഒന്ന് താമസിച്ചു വരും. അത് ശരി. അറിവും പരിചയമുള്ളവരോട് ഒരു വിട്ടുവീഴ്ചയൊക്കെ വേണ്ടായോ? അത് വേണം. സാവിത്രിക്ക് വീട്ടിലെന്തെങ്കിലും ജോലി കാണും. സാവിത്രി പോയി പണി ചെല്ലേ. പോയിക്കോ. പിള്ളേ, എന്തോ ഇതുപോലുള്ള പെമ്പിള്ളാരെ വേണം ജോലിക്ക് നിർത്താൻ. ചേച്ചി, നാളെയെങ്കിലും എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം. ഈ കീറിയ പാവാടയും ബ്ലൗസ് ഇട്ടുകൊണ്ട് എങ്ങനെയാ? നോക്കട്ടെ, ഇന്ന് എങ്ങനെയെങ്കിലും വാങ്ങിച്ചു തരാം. കപ്പയും ചമ്മന്തിയൊക്കെ ഉണ്ടല്ലോ, എനിക്കിവിടെ തരുമോ? ഞങ്ങൾ പാവങ്ങളാണ്. പാവങ്ങളെ എനിക്കിഷ്ടം, അല്ലേടി? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ സാവിത്രി? എന്താ പറ. എനിക്കിത്തിരി കാശ് വേണമായിരുന്നു. കൂലി തീർക്കുമ്പോ ഞാൻ കടം കെട്ടിക്കൊള്ളാം. അമ്മ വരുമ്പോ ചോദിക്കാമെന്ന് വിചാരിച്ചതാ. അമ്മ ഇന്ന് വന്നില്ലല്ലോ. അതിന് അമ്മ വരണമെന്നുണ്ടോ? എന്നോട് ചോദിച്ചാ പോരെ. സാവിത്രിക്ക് എത്ര കാശ വേണ്ടത്? ഞാൻ പിള്ളയോട് പറഞ്ഞേക്കാം. സാവിത്രിക്ക് ആവശ്യമുള്ള കാശ് വെച്ചു. ഞാൻ പറഞ്ഞേ. പ്രമീലേ, പ്രമീലേ, പ്രമീലേ. നാശം. എന്തിനാ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? അനങ്ങാതെ കിടക്കണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എനിക്ക് മരുന്ന് കുടിക്കാൻ സമയമായി അല്ലേ? കുറെ നാളായില്ലോ മരുന്ന് കുടിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് സുഖാവും അല്ലേ പ്രമീലേ? ആ, സുഖമാവും. മരുന്ന് കുടിക്കേ. ഇതെവിടെയുണ്ട്? ഇത് എവിടെ ഇടണ്ടെന്ന്? ആ, അവിടെ തന്നെ ഇട്ടേക്കൂ. ഇന്നലെ കൊണ്ടുവരാമെന്നല്ലേ പറഞ്ഞു? ഇന്നലെ രാത്രി ആയിപ്പോയി. രാത്രി ശിവരാമൻ ഇവിടെ വന്നാൽ എന്താ? ആരെങ്കിലും പിടിച്ച് തിന്നു കളയുമോ? ഈ ശിവരാമൻ ഒരു പൊട്ടനാ. പെണ്ണുങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ അത് മനസ്സിലാകില്ല. പ്രമീളേ, പ്രമീളേ. ഇപ്പൊ ഈ മനുഷ്യൻ ഇങ്ങോട്ട് ഇറങ്ങി വരേണ്ട വല്ല കാര്യമുണ്ടോ? സുഖമില്ലെങ്കിൽ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി കിടന്നുകൂടെ? ഞാൻ പോട്ടെ. വരട്ടെ. അമ്മേ, ദേ മീൻ ശിവരാമേട്ടൻ വാങ്ങിച്ചു തന്ന വറുത്തരച്ച് വെക്കാം. അതാ ശിവരാമേട്ടന് ഇഷ്ടം. ഞാൻ മീൻ നന്നാക്കി എന്നിട്ട് കുളിക്കാം. അവളോട് പോയി സുമതി. സുമതി, എടി സുമതിയേ. എന്താ? കുറച്ച് മണവും മല്ലിയെടുത്ത് വറുത്തരച്ചേ. ആ ചേച്ചി, മേടിച്ചോ? അയ്യോ ഇല്ലടി, നാളെ ആട്ടെ. വേണ്ട, നാളെയും വേണ്ട, ഒരിക്കലും വേണ്ട. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഉള്ളൂ. എന്താണ് നിന്ന് കിടങ്ങുന്നത്? പറഞ്ഞു കേട്ടില്ലേ? കേൾക്കാൻ മനസ്സില്ല. ഇല്ല, പോ. ഒരു പാവാടിയും ബ്ലൗസും മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. പാവം. നല്ല ചേച്ചി. അച്ഛാ, ദേ പുതിയ പാവാടിയും ബ്ലൗസിന് തുണിയാ. ചേച്ചി മേടിച്ചു തന്നതാ.
രൂപ വരെ ആയിട്ടുണ്ടാവും. കാശൊക്കെ വെറുതെ കളയുക. കൊള്ളാല്ലേ 10-30 രൂപ ആയി കാണും. ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരത്യാവശ്യം. ആരാ ഒന്ന് സഹായിക്കുക? എടി മറി, മോളോടൊന്ന് പറ. ഒരു 2 rupees. ഇപ്പൊ പറയുന്നില്ല. ആ കാശ് കൊണ്ട് കള്ളു ഷാപ്പിൽ പോകാനല്ലേ? നീ പോടിയോളൂ. നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായി. എങ്ങനെയോ 2 പിള്ളേരും ഉണ്ടായിപ്പോയി. ഇന്ന് വരെ നീ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നാക്കെടുത്താ കള്ളൂടിയാൻ കൊള്ളരാത്തവൻ. നീ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെന്നെ വക വയ്ക്കൂ. പോടിയോളൂ. നീ മാധവിയല്ല, മൂധേവിയാ. എന്താണ് ആകപ്പാടെ ഒരു കശപിശ? ഒന്നുമില്ലട മോനെ. ഒരു 2 rupees. കള്ളുടിക്കാൻ സമയമായി. എന്റെ വടക്കുന്നാഥാ, വേറെ പണി വല്ലതും പോയി ഒരു നല്ലത്. അപ്പോഴേ തന്റെ ചെലവിലല്ല ഞാൻ കള്ളും കുടിക്കണേ. പോണാ പറയട്ടെ. അല്ല, കുറുപ്പേട്ടനെന്താ ഇവിടെ? ഞാനൊരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. കുറുപ്പേട്ടന്റെ ഒരു തമാശ. തലയിൽ മുണ്ടിട്ട് കയറി ആളറിയില്ലെന്നാണ് എന്റെ വിചാരം. അല്ല, എടോ താൻ കേട്ടിട്ടുണ്ടോ? അമ്പിനോടറിക ശംഭിളി ജനമെഴും പ്രദേശമിരിലമ്പുമായി മുമ്പിലുണ്ടുടനകമ്പടിക്കു ബഹു അമ്പനായ മലരമ്പനും ഉംബ്രകോനുടയ കൊമ്പനാനയുട കുംഭവും കനക കുംഭവും കുമ്പിടുന്ന കുജകുംഭമുള്ളവരിൽ മുമ്പു തേടി വിലസും പ്രിയേ പശ്ചാരിദ്വജ്ജതക് ത്രിതോടാധിപതി കുത്രേടി ജാനിർഗണേ ഡ്രങ്ക് നരകാസ്തി ധൃതി കേട്ടാതരതിനാശ്ചത സത്യാദമ്പും പദംബുതാലികളരുൾ ദേവോ മൃദേവോ. അതിന്റെ അർത്ഥം? ഉറുപ്പേട്ടൻ ചൊല്ലിയുടെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നതല്ലേ? ഉംബ്രകോൻ. കോൻ കോൻ എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിൽ ആരെ ആരെ എന്നാണ് അർത്ഥം. അതെ. ഉംബ്രൻ ആരായിരുന്നു? ആരാ? ഉംബ്രകോനുടയ കൊമ്പനാന 2 ആന ഉണ്ടായിരുന്നു. അയാളുടെ ആനകളാണ് തിരുവമ്പാളിയിലും പാറമേക്കാവിലും എഴുന്നള്ളിച്ചത്. കുംഭവും കനക കുംഭവും നല്ല ഹൊടവേറുണ്ടായിരുന്നു. അമ്പിനോടറിക ശംഭിളി. ശംഭിളി നാഗസ്വര വിദ്വാനായിരുന്നു. ശംഭിളി എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിയിൽ നാഗസ്വരം എന്നർത്ഥം. അങ്ങനെയുള്ള ഉംബ്രന്റെ പെമ്പറന്നവരുടെ പൃഷ്ഠഭാഗം എന്നർത്ഥം. പറ. അതായത് പറയാം, പറഞ്ഞോളൂ. അതായത് അതിന്റെ അർത്ഥം അത് പറയാം. പറയൂ, അർത്ഥം പറയൂ. അതായത് പശ്ചാരേഡ്വജതക് ത്രിതോടാധിപതി, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സ്ത്രീകളുടെ അല്ലല്ലല്ലല്ല, സ്ത്രീകളുടെ പശ്ചാത്തലത്തെ പറ്റിയുള്ള ഒരു വർണ്ണനയാണത്. പശ്ചാത്തലം എന്ന് പറയുന്നത് പിൻഭാഗം. അത് സ്ത്രീകളെ സംബന്ധിക്കുന്നതാവുമ്പോ പശ്ചാത്തലമാണ്. പിന്നെ ഞാൻ ചൊല്ലിയ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ തന്നെ പറയാം. സമയായി, എനിക്ക് ഷാപ്പ് അടക്കണം. ഇറങ്ങി പോകാനുള്ളതല്ല. കണക്കൊക്കെ നാളെ പറയാം. കണക്കൊന്നും പറയാം. റെഡി? ഇങ്ങനെയാണോ നിൽക്കുന്നത്? ആ കൈ നോക്കിയൊരു പോസ് തന്നെ. ഇങ്ങനെ ഇതാണ് ഭംഗി. ഈ ചിരിയുണ്ടല്ലോ, അത് ചുണ്ടിന്ന് മായാ നിൽക്കണം. റെഡി? ആ, ഇത് ഫോട്ടോ എടുക്കുന്ന സാധനമാണല്ലേ? ആ, നമ്മുടെ ഒരു ഫോട്ടോ എടുക്ക. അങ്ങോട്ട് മാറിയിക്കട. ഓഹോ, അപ്പൊ നീ പെമ്പിള്ളേരെ പടം മാത്രം എടുക്കത്തുള്ളല്ലേ? ഓടി വന്നു. അവള് പോട്ടം പിടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഓടി. എടാ, നിനക്ക് പടം പിടിക്കാൻ പറ്റിയ പെമ്പിള്ളേര് ഇവിടെ ഇല്ല.
വളർന്നു. എന്റെ പൊന്നു കുഞ്ഞെ വഴക്കുണ്ടാക്കില്ലേ, എന്റെ പൊന്നു കുഞ്ഞിനെ ചതിക്കല്ലേ. ഞാൻ ചോദിക്കാം അവനോട്. എടാ എന്താണ് ഇത്? ആ കുഞ്ഞ് ആരാണെന്ന് നീ വിചാരിച്ച്? അതിന്റെ തന്തയും തള്ളേ അതിന് ഈർക്കിലെടുത്ത് അടിച്ചിട്ടില്ല. അതുകൊണ്ടാ ഇപ്പൊ നാട്ടുകാർ നല്ലേണ്ടി വന്നേ. നാട്ടുകാരനോ? ഏത് നാട്ടുകാരൻ? നീ എവിടത്തെ നാട്ടുകാരനാടാ? വണ്ടിക്കാരൻ. അവരെ നക്കാപ്പിച്ചോണ്ട് കൂടിയാ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിയണത്. കാണുമ്പോ 2 rupees ചോദിക്കാതെ തരുന്നവനാ. അല്ലെങ്കിൽ എന്തിനാ അവനെ പറഞ്ഞ നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവന്റെ തന്തയും തള്ളയും നടത്തുന്നതിനെ വന്ന് ചത്തപ്പോ നീ അവനെ തീറ്റിപ്പോറ്റി വളർത്തിയത്. ഇല്ലെങ്കിൽ അവനെ എവിടെയെങ്കിലും പണി ചത്തോണ്ടേനെ.